ഹായ് ഓൾ, വെൽക്കം ടു ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേറ്റഡ് കാറ്റഗറി 2 പാർട്ട് 1 സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എന്ന് പറയുന്ന കോഡ് സി ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ റെയിൽവേ നടപ്പിലാക്കിയത് എന്നാണ്? 4 വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1853, 1857, 1885, 1856. 4 പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. ഉത്തരം വരുന്ന ഏതാണ്? 1853 അല്ലെ? ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലാകത്തെ റെയിൽവേ അല്ലെങ്കിൽ ഇന്ത്യയിലാകത്തെ ട്രെയിൻ ഓടിയത്. ഓക്കെ, അപ്പം 31ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 32, ക്യൂണിഫോം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ്? വൃത്താകൃതി, വീപ്പയുടെ ആകൃതി, ആപ്പിന്റെ ആകൃതി, ഗോളാകൃതി. എന്താണ് യൂണിഫോം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, ആപ്പിന്റെ ആകൃതിയാണ്. ആപ്പിന്റെ ആകൃതിക്കാണ് ക്യൂണിഫോം എന്ന് പറയുന്നത്. ഓക്കെ, 33ാമത്തെ ചോദ്യം: പാദുവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഇറ്റലി. എവിടെയാണ് പാദുവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? ഇറ്റലിയിലാണ്. 33ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 34, ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകനെ കണ്ടെത്തുക. റിനൈസൻസുമായിട്ട്, കേരള റിനൈസൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വൈകുണ്ഠ സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, വി.ടി. ഭട്ടതിരിപ്പാട്. ആത്മവിദ്യാ സംഘം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ 34ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത 35, കാമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പശ്ചിമ ബംഗാൾ, ഒറീസ, അസം, ത്രിപുര. അപ്പൊ ഇതൊക്കെ എന്താണ്? റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം കാമാഖ്യ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അസമിലാണ് അല്ലെ? അസമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കാമാഖ്യ. 35ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 36, വേനാടുമായി ബന്ധപ്പെട്ട സ്വരൂപത്തെ കണ്ടെത്തുക. സ്വരൂപങ്ങൾ പഠിക്കാനായിട്ടുണ്ടായിരുന്നു അല്ലെ? പെരുമ്പടപ്പ് സ്വരൂപം, നെടിയിരിപ്പ് സ്വരൂപം, തൃപ്പാപ്പൂര് സ്വരൂപം, കോല സ്വരൂപം. എന്താണ് ഇപ്പോ നമ്മുടെ വേനാടുമായിട്ട് ബന്ധപ്പെട്ട സ്വരൂപമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി, തൃപ്പാപ്പൂര് സ്വരൂപമാണ്. ഓക്കെ, അടുത്ത 37, ധരാസന ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഇന്ന് ഏത് സംസ്ഥാനത്തിലാണ്? അപ്പൊ ധരാസന ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം എവിടെയാണ് നടന്നതെന്ന് നമുക്കറിയാം അല്ലെ? ധരാസന ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? ഗുജറാത്ത്, കർണാടക, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. എവിടെയാണ് നടന്നത്? ഓപ്ഷൻ എ, ഗുജറാത്തിലാണ് നടന്നത്. 37 ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത 38, ഫ്ലൈയിങ് ഷട്ടിൽ ലൂം കണ്ടുപിടിച്ചത് ആര്? ഇത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ കെ, റിച്ചാർഡ് ആർക്രൈറ്റ്, സാമുവൽ ക്രോംപ്റ്റൺ, എഡ്മണ്ട് കാർട്ട്റൈറ്റ്. എന്താണ് വരുന്ന ഉത്തരം? ഓപ്ഷൻ എ ആണ്, ജോൺ കെ ആണ് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത്. അപ്പൊ 38ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ. അടുത്ത 39, ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് തലസ്ഥാനം മാറ്റിയ ഭരണാധികാരിയുടെ പേരെഴുതുക. മുഹമ്മദ് ബിൻ തുഗ്ലക്, ഗിയാസുദ്ദീൻ ഖിൽജി, ഷാജഹാൻ, അലാവുദ്ദീൻ ഖിൽജി. ആരാണ് ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് തലസ്ഥാനം മാറ്റിയത്? ആരാണ്? ഓപ്ഷൻ എ, മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് അല്ലെ? വീണ്ടും പിന്നെ എന്ത് ചെയ്തു? ഡൽഹിയിലേക്ക് വീണ്ടും തലസ്ഥാനം തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, അപ്പോ ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് തലസ്ഥാനം മാറ്റിയ ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. 39ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്തത് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഋഗ്വേദ കാലത്തെ ആര്യന്മാരുടെ അസംബ്ലി ഏതാണ്? ബലി, ഭാഗ, സംഘം, വിധാത. ഏതാണ് ആര്യന്മാരുടെ അസംബ്ലി? ഏതാണ്? ഓപ്ഷൻ ഡി, വിധാതയാണ് കേട്ടോ. 40ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 41, ഇന്ത്യയിലെ ഫ്രഞ്ച് ആസ്ഥാനത്തെ കണ്ടെത്തുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗോവ, മദ്രാസ്, ബോംബെ, പോണ്ടിച്ചേരി. ഏതാണ് ഫ്രഞ്ച് ആസ്ഥാനം എന്ന് പറയുന്നത്? പുതുച്ചേരി. ഇന്ന് പുതുച്ചേരി എന്നറിയപ്പെടുന്ന പോണ്ടിച്ചേരിയാണ് അല്ലെ? അപ്പൊ 41ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 42, കാളിദാസൻ ജീവിച്ചിരുന്നത് ആരുടെ ഭരണകാലത്താണ്? അശോകൻ, കനിഷ്കൻ, ചന്ദ്രഗുപ്ത രണ്ടാമൻ, ഹർഷവർദ്ധനൻ. ആരാണ്? ഭരണകാലത്താണ് കാളിദാസൻ ജീവിച്ചിരുന്നത്? ആരുടെയാണ്? ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കാലത്താണ് കാളിദാസൻ ജീവിച്ചിരുന്നത്. അപ്പൊ 42ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി വരുന്ന 43ാമത്തെ ചോദ്യം: ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? മഹാനദി, ഗോദാവരി, നർമ്മദ, കാവേരി. ഏതാണ്? ഗോദാവരിയാണ്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ്. 43ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 44,
ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും അതിർത്തികൾ തമ്മിൽ ഏകദേശം 30 ഡിഗ്രി രേഖാംശ വ്യത്യാസമാണുള്ളത്. ഈ സ്ഥലങ്ങൾക്കിടയിലെ പ്രാദേശിക സമയ വ്യത്യാസം എത്ര? 2 മണിക്കൂർ, 1 മണിക്കൂർ, 30 മിനിറ്റ്, 4 മണിക്കൂർ. അപ്പൊ നമുക്കറിയാം എന്താണ് 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്രയാണ്? സോറി, 15 ഡിഗ്രിയാണ് അല്ലെ? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രിയാണ്. അപ്പൊ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറായി? 2 മണിക്കൂറായി. അപ്പൊ 44ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. 45 ദൈതിക താപാന്തരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. ദൈതിക താപാന്തരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏത് മേഖലയിലാണ്? ഉഷ്ണമരുഭൂമികളില്, പർവ്വത ശിഖരങ്ങളില്, തീരദേശങ്ങളില്, സമുദ്രോപരിതലങ്ങളില്. എവിടെയാണ് കൂടുതലായിട്ട് താപാന്തരം ആ ഒരു വ്യത്യാസം വരുന്നത്? എവിടെയാണ്? ഉഷ്ണമരുഭൂമികളിലാണ് ആ ഒരു ദൈതിക രൂപാന്തരം അല്ലെങ്കിൽ എന്താണ് ഡയൂറൽ എന്താണ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടാവുന്ന എവിടെയാണ്? ഉഷ്ണമരുഭൂമികളിലാണ്. 45ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത 46ാമത്തെ ചോദ്യം, ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 5, സെപ്റ്റംബർ 16, ഫെബ്രുവരി 2, സെപ്റ്റംബർ 23. ഏതാണ് വരുന്നത്? സെപ്റ്റംബർ 16-നാണ് നമ്മൾ ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെ? ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. ഫെബ്രുവരി 2 എന്താണ്? തണ്ണീർത്തട ദിനമാണ് അല്ലെ? അപ്പോൾ അങ്ങനെ നമ്മൾ ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? സെപ്റ്റംബർ 16-നാണ്. ഓക്കെ. 46ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 47ാമത്തെ ചോദ്യം, ഒരേ അളവിൽ മേഘാവൃതമായ സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ, അതിനെന്ത് പേര് പറയും? ഐസോബാർ, ഐസോതേം, ഐസോനെഫ്, ഐസോഹൈറ്റ്. എന്ത് പറയും? ഒരേ അളവില് മേഘാവൃതമായ സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയ്ക്ക് ഐസോനെഫ് എന്ന് പറയും അല്ലെ? ഐസോനെഫ് ആണ്. 47ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 48, ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ച് കണക്കാക്കാൻ കഴിയുന്നത്. അഗെയിൻ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്തിന്റെ അളവാണ് എടുക്കുന്നത്? അന്തരീക്ഷ മർദ്ദം, ആർദ്രത, മഴയുടെ അളവ്, മണ്ണിന്റെ pH. എന്താണ് നമ്മൾ അളക്കുന്നത്? ഓപ്ഷൻ ബി, ആർദ്രതയാണ് നമ്മൾ അളക്കുന്നത്. ഓക്കെ. 48ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 49, സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. അതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം? ഏതാണ്? ബുധൻ, ശുക്രൻ, യുറാനസ്, വ്യാഴം. ഏതാണ്? ശുക്രനാണ് വരുന്നത് അല്ലെ? 49ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, ശുക്രനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ശൈത്യ അയനാന്ത ദിനം ഏതാണ് ശൈത്യ അയനാന്ത ദിനം? 21 മാർച്ച്, 21 ജൂണ്, 23 സെപ്റ്റംബർ, 22 ഡിസംബർ. ഏതാണ് ആൻസർ വരുന്നത്? 22 ഡിസംബർ ആണ് ശൈത്യ അയനാന്ത ദിനം എന്ന് പറയുന്നത്. 50ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. അടുത്തത്, ഹാർഡ്ലി സെൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശൈത്യമേഖല, മധ്യ അക്ഷാംശ മേഖല, ഉഷ്ണമേഖല, ധ്രുവ മേഖല. ഹാർഡ്ലി സെൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉഷ്ണമേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ? 51ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, ഉഷ്ണമേഖല. അടുത്ത 52, ഏറ്റവും വലിയ ശിലാമണ്ഡല ഫലകം ഏത്? ഇന്ത്യൻ ഫലകം, വടക്കേ അമേരിക്കൻ ഫലകം, ഓസ്ട്രേലിയൻ ഫലകം, പസഫിക് ഫലകം. ഏതാണ് ഏറ്റവും വലിയ ശിലാമണ്ഡല ഫലകം എന്ന് പറയുന്നത്? ഏതാണ്? പസഫിക് ഫലകമാണ് അല്ലെ? 52ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്രയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ, 74 ഡിഗ്രി 21 മിനിറ്റ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 37 മിനിറ്റ് കിഴക്ക് വരെ, 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ, 8 ഡിഗ്രി 17 മിനിറ്റ്സ് വടക്കു മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ്സ് വടക്കു വരെ. ഏതാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത്. 53ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അതും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 1:50,000 തോതിലുള്ള ഒരു ധരാതലീയ ഭൂപടത്തിൽ 10 സെന്റിമീറ്റർ അകലത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള 2 സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ അകലം എത്രയാണ്? 2 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 20 കിലോമീറ്റർ, 5 കിലോമീറ്റർ. എത്രയാണ്? 5 കിലോമീറ്റർ ആണ് അവിടുത്തെ ആ 2 സ്ഥലങ്ങൾ. 10 സെന്റിമീറ്റർ വീതം അകലത്തിൽ കാണിച്ചിട്ടുള്ള സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ അകലം എത്രയാണ്? 5 കിലോമീറ്റർ ആണ്. ഓക്കെ. 54ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത 55ാമത്തെ ചോദ്യം,
താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാനവ വികസന സൂചികയിൽ പരിഗണിക്കപ്പെടാത്തത് ഏത്? ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ പരിഗണിക്കപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആയുർദൈർഘ്യം, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, മൊത്തം സ്കൂൾ പ്രവേശന നിരക്ക്, പ്രതിശീർഷ വരുമാനം. ഇതിലേതാണ് ഇതിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി ആണ് അല്ലെ, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നമാണ് ഈ ഒരു കൂട്ടത്തിൽ വരാത്തത്. അപ്പൊ 55-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്തത് 56-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? നമുക്കറിയാം, 1ാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് ഊന്നൽ നൽകിയപ്പോൾ 2ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്തിനാണ് ഊന്നൽ നൽകിയത്? വ്യാവസായിക മേഖലയ്ക്കായിരുന്നു അല്ലെ. ദ്രുതഗതിയിലുള്ള വ്യാവസായികവൽക്കരണം ആർജിക്കൽ, കാർഷിക സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കൽ, കയറ്റുമതി കേന്ദ്രീകൃത വളർച്ച പരിപോഷിപ്പിക്കൽ. എന്താണ് 56-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ദ്രുതഗതിയിലുള്ള വ്യാവസായികവൽക്കരണം ആർജിക്കൽ. അപ്പൊ 1, 2 പഞ്ചവത്സര പദ്ധതികളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? വാഷിംഗ്ടൺ, ന്യൂയോർക്ക്, ജനീവ, ബ്രസൽസ്. ഏതാണ്? ലോക വ്യാപാര സംഘടനയാണ് അല്ലെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് അല്ലെ. 57-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി, ജനീവ. അടുത്ത 58. കേരളത്തിൽ ഏത് ജില്ലയിലാണ് കയർ ഉൽപാദനത്തിന്റെ കേന്ദ്രമായി അറിയപ്പെടുന്നത്? തൃശൂർ, ആലപ്പുഴ, കണ്ണൂർ, കൊല്ലം. ആർക്കും അറ്റൻഡ് ചെയ്യാൻ വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കയറിന്റെ ആസ്ഥാനം അല്ലെ, കയർ ഉൽപാദനത്തിന്റെ കേന്ദ്രമായിട്ട് അറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ് അല്ലെ. 58-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി, ആലപ്പുഴയാണ്. അടുത്ത 59-ാമത്തെ ചോദ്യം. സാമ്പത്തിക വളർച്ച എന്ന ആശയം മുഖ്യമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായിട്ടാണ്? ജീവിത രീതിയിലുള്ള ഗുണപരമായ മെച്ചപ്പെടൽ, ദേശീയ ഉൽപാദനത്തിനുള്ള പാരിമാണികമായ വർധനവ്, വരുമാനത്തിന്റെ അസമത്വം കുറയ്ക്കൽ, ദാരിദ്ര്യ നിർമാർജനം. ഇപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ, ദേശീയ ഉൽപാദനത്തിലുള്ള പാരിമാണികമായ വർധനവ്. സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ദേശീയ ഉൽപാദനത്തിൽ ഉണ്ടാവുന്ന ആ ഒരു വളർച്ച, അതിനെയാണ് നമ്മൾ സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 59-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്തത് 60. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സർക്കാർ സംരംഭം അല്ലാത്തത് ഏതാണ്? PMGKAY, പിന്നീട് ഏതാണ്? ICDS, PMKYV, PDS. 4 ഓപ്ഷൻസ്, 4 സംഘടനകളുടെ 4 പ്രൊജക്ടുകളുടെ സംഘടനയല്ല, 4 പ്രൊജക്ടുകളുടെ പേരുകളാണ് തന്നിരിക്കുന്നത്. അതിലേതാണ് എന്താണ് ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി ഉള്ള സർക്കാർ സംരംഭം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? PMKBY ആണ് അല്ലെ, PMKBY ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ 60-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത 61. 2024 ഏപ്രിൽ മാസം അടിസ്ഥാനമാക്കി ഇന്ത്യയിലുള്ള ദേശസാൽകൃത വാണിജ്യ ബാങ്കുകളുടെ എണ്ണം. ഇപ്പൊ 2024 എന്താണ് ഫിനാൻഷ്യൽ ഇയറിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യയിൽ ഇപ്പൊ നിലവിലുള്ള ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? 12, 14, 15, 19. എത്രയാണ്? 12 ദേശസാൽകൃത ബാങ്കുകളാണ് ഉള്ളത്. 61-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 12 ആണ്. ഓക്കെ, അടുത്തത് 62. അവസാനമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടന്ന വർഷം ഏത്? 2001, 2011, 2021, 2019. ഏതാണ്? അവസാനമായിട്ട് സെൻസസ് നടന്ന വർഷം ഏതാണ്? 2011 ആണ് അല്ലെ. 21 സമയമായപ്പോഴത്തേന് എന്താണ് കോവിഡ് വന്നതുകൊണ്ട് സെൻസസ് നടന്നില്ല അല്ലെ. അപ്പൊ ലാസ്റ്റ് ജനസംഖ്യാ കണക്കെടുപ്പ് അല്ലെ സെൻസസ് നടന്ന വർഷം എന്ന് പറയുന്നത് 2011 ആണ്. ഓക്കെ, അടുത്ത 63-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ സംസ്ഥാന മന്ത്രിസഭയുടെ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന മന്ത്രിസഭയുടെ അധ്യക്ഷൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി, ഗവർണർ, ചീഫ് സെക്രട്ടറി, നിയമസഭാ സ്പീക്കർ. ആരാണ്? മുഖ്യമന്ത്രിയാണ് അല്ലെ. 63-ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, മുഖ്യമന്ത്രി. അടുത്ത 64. കേന്ദ്ര ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങൾ ഉൾപ്പെട്ട പട്ടികയ്ക്ക് പറയുന്ന പേരെന്ത്? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരങ്ങൾ. ഏതാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള പട്ടിക ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? യൂണിയൻ ലിസ്റ്റ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ 64-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, യൂണിയൻ ലിസ്റ്റ്. ഓക്കെ, അടുത്ത 65-ാമത്തെ ചോദ്യം. ഒരു ലോക്സഭാ അംഗമാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി. ലോക്സഭാ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണ്?
25 വയസ്സ്, 23 വയസ്സ്, 27 വയസ്സ്, 30 വയസ്സ്. നമുക്കറിയാം വോട്ട് ചെയ്യണമെങ്കിൽ എത്രയാണ്? 18 വയസ്സ് പൂർത്തിയാക്കണം. ലോക്സഭാ അംഗമാകണമെന്നുണ്ടെങ്കിൽ 25 വയസ്സ് പൂർത്തിയാക്കണം. ഓക്കെ, അപ്പോൾ 65-ാമത്തെ ചോദ്യത്തിന് ഉത്തരം എത്രയാണ്? ഓപ്ഷൻ എ 25 വയസ്സ്. അടുത്ത 66. താഴെ പറയുന്നതിൽ സുപ്രീം കോടതിയുടെ അധികാരത്തിൽ പെടുന്നത് ഏത്? ഭരണഘടന ഭേദഗതി ചെയ്യുക, നിയമം നിർമ്മിക്കുക, നിയമം വ്യാഖ്യാനിക്കുക, നികുതി ചുമത്തുക. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ സുപ്രീം കോടതിയുടെ അധികാരത്തിൽ പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, നിയമം വ്യാഖ്യാനിക്കുക. 66-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി. അടുത്ത 67-ാമത്തെ ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്? അവിശ്വാസ പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ, കൂറുമാറ്റ നിരോധനം, ഇംപീച്ച്മെന്റ്. എന്താണ്? ഇംപീച്ച്മെന്റ് ആണ് അല്ലെ. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെ നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇംപീച്ച്മെന്റ്. 67-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇംപീച്ച്മെന്റ് ആണ്. ഓക്കെ, അടുത്ത 68-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും സമന്മാരാണെന്ന് ഉറപ്പ് നൽകുന്നത്? അനുച്ഛേദം 15, 16, 17, 14. 4 അനുച്ഛേദമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ്? അതായത് ഇന്ത്യയിലുള്ള ജനങ്ങളെല്ലാം സമന്മാരാണ് എന്നുള്ള ഒരു എന്താണ് എന്നൊരു നിയമം വന്നത് ഏത് അനുച്ഛേദത്തിലാണ്? ഏതാണ്? അനുച്ഛേദം 14 ആണ് അല്ലെ. അപ്പൊ 68-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, അനുച്ഛേദം 14. അടുത്തത് 69-ാമത്തെ ചോദ്യം, ജനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ അധികാരം കൈയാളുന്ന ഭരണ സമ്പ്രദായത്തിന് പറയുന്ന പേരെന്ത്? രാജവാഴ്ച, ജനാധിപത്യം, ഒലിഗാർക്കി, സ്വേച്ഛാധിപത്യം. എന്താണ് അതിന് പറയുന്നത്? ജനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ അധികാരം കൈയാളുന്ന നമ്മുടെ ഇന്ത്യയിലെ എന്താണ് ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന സിസ്റ്റം എന്താണ്? ജനാധിപത്യം, ഡെമോക്രസിയാണ് അല്ലെ. 69-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 70-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയിൽ പെടുന്നത് ഏത്? വരുമാന നികുതി പിരിക്കുക, ക്രമസമാധാന പാലനം, പ്രാഥമിക വിദ്യാഭ്യാസം, ദേശീയപാതകൾ നിർമ്മിക്കുക. ഇതിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലെ, പ്രാഥമിക വിദ്യാഭ്യാസം. ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസമാണ്. അപ്പൊ 70-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 71, ZPD എന്നാൽ, ഇനി നമ്മൾ എന്താണ് പെഡഗോജിയിലേക്ക് പോവുകയാണ്. ഇതുവരെ നമ്മൾ എന്താണ് ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? സോഷ്യൽ സയൻസിനകത്ത് വരുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പെഡഗോജിയിലേക്ക് പോവുകയാണ്. ZPD എന്നാൽ എന്താണ്? ദി സോൺ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ്, ദി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ദി സോൺ ഓഫ് പാർഷ്യൽ ഡെവലപ്മെന്റ്, ദി സോൺ ഓഫ് പെർമനന്റ് ഡെവലപ്മെന്റ്. എല്ലാവരും കേട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത ഒരു ക്വസ്റ്റ്യനുമാണ് അല്ലെ. ZPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ആരാണ് കൊണ്ടുവന്നത്? വൈഗോട്സ്കിയുടെ ഒരു എന്താണ് ഇൻവെൻഷൻ ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 71-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 72-ാമത്തെ ചോദ്യം, ത്രിമാന മാതൃകയ്ക്ക് ഉദാഹരണമാണ് ഗ്ലോബ്, ടോപ്പോ ഷീറ്റ്, ഭൂപടം, അറ്റ്ലസ്. ത്രിമാനം 3Dക്ക് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഗ്ലോബ് ആണ് അല്ലെ. ബാക്കിയെല്ലാം എന്താണ്? 2D പിക്ചേഴ്സ് ആണ്. എന്നാൽ ഗ്ലോബ് മാത്രം എന്താണ്? 3D ആണ് വരുന്നത്. അപ്പൊ 72-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, ഗ്ലോബ് ആണ്. അടുത്തത് 73, സ്കിറ്റ് മത്സരത്തിലേക്ക് ഒരു അധ്യാപിക ആൺകുട്ടികളെ മാത്രം തെരഞ്ഞെടുക്കുന്നു. ഇതിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത്? യാഥാർത്ഥ്യബോധ സമീപനം, ലിംഗവിവേചനമാണ്, ജനാധിപത്യ തെരഞ്ഞെടുപ്പ്, പ്രായോഗിക തെരഞ്ഞെടുപ്പ്. എന്തായിരിക്കും ഇവിടെ വരുന്നത്? ലിംഗവിവേചനം. ആൺകുട്ടികളെ മാത്രം സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ? ലിംഗവിവേചനമാണ് നടക്കുന്നത്. അപ്പൊ 73-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 74, കുട്ടികളിൽ വിമർശനാത്മക ചിന്ത പരിപോഷിപ്പിക്കുവാൻ തീർത്തും അനുയോജ്യമല്ലാത്ത ബോധന രീതി ഏത്? ചർച്ച, സംവാദം, ബ്രെയിൻ സ്റ്റോമിംഗ്, ഭാഷണ രീതി. ഏതാണ്? കുട്ടികളിൽ വിമർശനാത്മക ചിന്ത പരിപോഷിപ്പിക്കാൻ സാധിക്കാത്ത ബോധന രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഭാഷണ രീതിയാണ്. ലെക്ചർ മെത്തേഡിൽ മാത്രമേ ഉള്ളൂ നമുക്കത് എന്താണ് ആ ഒരു കാര്യം നടക്കാത്തത് അല്ലെ. അപ്പൊ 74-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 75, കുട്ടിക്ക് നേരിട്ട് അനുഭവം ലഭിക്കുന്നതിന് അനുയോജ്യമായ പഠന രീതിയാണ് സെമിനാർ, സംവാദം, കഥ പറച്ചിൽ, ഫീൽഡ് ട്രിപ്പ്. എന്താണ്? നേരിട്ട് അനുഭവം ലഭിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഏതാണ്? ഫീൽഡ് ട്രിപ്പ് ആണ് അല്ലെ. ഇപ്പൊ 75-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി, ഫീൽഡ് ട്രിപ്പ്. അടുത്ത 76, കുട്ടികളുടെ ഫലവത്തായ പഠനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു അധ്യാപിക പ്രധാനമായും ഊന്നൽ നൽകുന്നത്
അച്ചടക്കം അടിച്ചേൽപ്പിക്കുക, മൂല്യനിർണ്ണയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക, അനുകൂല പഠനാന്തരീക്ഷം സജ്ജമാക്കുക, കുട്ടികൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുക. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഫലവത്തായ പഠനത്തിന് പ്രാധാന്യം നൽകുന്ന അധ്യാപിക ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? അനുകൂലമായ പഠനാന്തരീക്ഷം സജ്ജമാക്കുക. അപ്പൊ 76ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? അടുത്തത് 77. ഒരു സംഘത്തിലെ സാമൂഹ്യ ബന്ധങ്ങൾ അറിയാൻ ഉപയോഗിക്കുന്ന തന്ത്രം ഏത്? കേസ് പഠനം, റോൾ പ്ലേ, ഹിസ്റ്റോഗ്രാം, സാമൂഹിക മിതി അല്ലെ? സാമൂഹ്യ മിതി ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? സാമൂഹ്യ ബന്ധങ്ങൾ അറിയാനുള്ള തന്ത്രമാണ് നമ്മൾ സോഷ്യോമെട്രി അല്ലെങ്കിൽ സാമൂഹ്യ മിതി എന്ന് പറയും അല്ലെ? 77ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 78. ബ്രിഡ്ജസ് ചാർട്ട് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകാരിക വികസനം, വൈജ്ഞാനിക വികസനം, ഭാഷാ വികസനം, കായിക വികസനം. എന്തായിരിക്കും ആൻസർ വരുന്നത്? ബ്രിഡ്ജസ് ചാർട്ട് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? വൈകാരിക വികസനം അല്ലെ? ഇമോഷണൽ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അല്ലെങ്കിൽ ബ്രിഡ്ജസ് ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇമോഷണൽ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റഡ് ആണ്. 78ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്തത് 79. ചുവടെ നൽകിയിട്ടുള്ളതിൽ പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ഓട്ടിസം, ഡിസ്ലെക്സിയ, ബുദ്ധിമാന്ദ്യം, കാഴ്ച വൈകല്യം. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. ഓട്ടിസം ആണെങ്കിലും ബുദ്ധിമാന്ദ്യം ആണെങ്കിലും കാഴ്ച വൈകല്യം ആണെങ്കിലും എന്താണ്? ജന്മനാ വരാം. കാഴ്ച വൈകല്യം പിന്നീടായാലും വരാം അല്ലെ? അപ്പൊ അതില് പഠനവുമായിട്ട് ബന്ധപ്പെട്ട വൈകല്യം എന്ന് പറയുന്നത് ഏതാണ്? ഡിസ്ലെക്സിയ ആണ്. വായിക്കാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. അപ്പൊ 79ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്തത് 80ാമത്തെ ചോദ്യം. ആൺ പെൺകുട്ടികളിൽ കൗമാരത്തിന്റെ ആരംഭത്തിൽ കാണുന്ന പ്രകടമായ ശാരീരിക മാറ്റങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈജ്ഞാനികം, ആന്തരിക ഘടനാപരം, ജൈവികം, വികാരപരം. ഇപ്പം ആൺകുട്ടികളിലായാലും പെൺകുട്ടികളിലായാലും കൗമാരത്തിൽ അവർ എന്താണ് ശരീരത്തിൽ കാണുന്ന ആ ഒരു മാറ്റങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാണ്? ആന്തരിക ഘടനാപരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? അപ്പൊ 80ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്തത് 81ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിട്ടുള്ളതിൽ അധ്യാപന പഠന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ശരിയായ ക്രമം ഏത്? വിലയിരുത്തൽ, പഠനാനുഭവങ്ങൾ നൽകൽ, പഠന നേട്ടങ്ങൾ തീരുമാനിക്കൽ. ഏതാണ് വരുന്നത്? ആദ്യം നമ്മൾ എന്തോ ചെയ്യുന്നത്? പഠന നേട്ടങ്ങൾ തീരുമാനിക്കും, പിന്നീട് പഠന അനുഭവങ്ങൾ നൽകും, അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവാലുവേഷൻ നടത്തുന്നത് അല്ലെ? അപ്പോ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്ന? ഓപ്ഷൻ സി ആണ് വരുന്നത്. ആദ്യം പഠന നേട്ടങ്ങൾ തീരുമാനിക്കും, പഠന അനുഭവങ്ങൾ നൽകും, അതിനുശേഷം വിലയിരുത്തും. അപ്പൊ 81ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത 82. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയത്തിൽ വിലയിരുത്തുന്നത് എന്താണ്? പഠന കാര്യങ്ങൾ മാത്രം, പഠനേതര കാര്യങ്ങൾ മാത്രം, പഠനവും പഠനേതരവുമായ കാര്യങ്ങൾ, വൈകാരികമായ കാര്യങ്ങൾ മാത്രം. അപ്പൊ നിരന്തരവും സമഗ്രവും, അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനിൽ എന്താണ് നമ്മൾ ശരിക്കും അസസ് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? പഠനവും പഠനേതരവുമായ കാര്യങ്ങളെല്ലാം നമ്മുടെ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഒരു ഗ്രേഡിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെ? ഓക്കെ. അപ്പോ 82ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത 83. തുടരെയുള്ളതും ഇടവിട്ടുള്ളതുമായ മൂല്യനിർണ്ണയമാണ് ഡാഷ്. ഏതാണ്? സമഗ്ര മൂല്യനിർണ്ണയം, ക്യുമുലേറ്റീവ് മൂല്യനിർണ്ണയം, ആത്യന്തിക മൂല്യനിർണ്ണയം, സംരചന മൂല്യനിർണ്ണയം. അപ്പൊ തുടരെയുള്ളതും ഇടവിട്ടുള്ളതുമായ മൂല്യനിർണ്ണയത്തെ നമ്മൾ എന്ത് പറയും? ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സംരചനാ മൂല്യനിർണ്ണയം എന്ന് പറയും അല്ലെ? അപ്പൊ ഇടവിട്ടുള്ള ആ ഒരു മൂല്യനിർണ്ണയത്തെ സംരചനാ മൂല്യനിർണ്ണയം എന്ന് പറയും. 83ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്ത 84. യഥാർത്ഥ വസ്തുവിന്റെ ത്രിമാന രൂപത്തെ പ്രതിനിധീകരിക്കുന്ന ഭൂപടം, ചാർട്ട്, സമയരേഖ, മോഡൽസ്. ഏതാണ്? ഒരു യഥാർത്ഥ വസ്തുവിന്റെ ത്രിമാന രൂപം, 3D പിക്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? ഓപ്ഷൻ ഡി ആണ്, മോഡൽസ് ആണ് അല്ലെ? ബാക്കിയെല്ലാം എന്താണ്? 2D പിക്ചർ ആണ്. അപ്പൊ എന്താണ്? 84ന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്ത 85. ഒരു വിഷയത്തിലെ രണ്ട് എതിർ വാദഗതികൾ അവതരിപ്പിക്കുന്ന ചർച്ചാരൂപം, സംവാദം, സെമിനാർ, സിംപോസിയം, പാനൽ ചർച്ച. എന്താണ്? ഒരു വിഷയത്തിലെ രണ്ട് എതിർ വാദഗതികൾ അവതരിപ്പിക്കുന്ന ചർച്ചാരൂപം എന്ന് പറയുന്നത് ഏതാണ്? സംവാദമാണ്. നമുക്കറിയാം സംവാദത്തിലാണ് എന്താണ് എന്തെങ്കിലും ഒരു വിഷയം തന്നു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്യും? അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, മറ്റുള്ളവർ അതിനെ ഒപ്പോസ് ചെയ്ത് സംസാരിക്കും അല്ലെ? അപ്പൊ 85ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, സംവാദം.
ഇനി അടുത്ത 86-ാമത്തെ ചോദ്യം. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ദ്വിമാന പ്രാതിനിധ്യമാണ് ഗ്ലോബ്, ഫിലിം, വിഷ്വൽസ്, ഭൂപടം. അപ്പൊ എന്താണ് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഒരു 2 ഡയമെൻഷണൽ പിക്ചർ അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഭൂപടമാണ് അല്ലെ, മാപ്പാണ്. ഓക്കെ, 86-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, മാപ്പ്. ഓക്കെ, അടുത്ത 87. അധ്യാപന നൈപുണ്യവുമായി യോജിച്ചു പോകാത്ത പ്രവർത്തനം ഏതാണ്? മാർഗദർശനം നൽകൽ, തെറ്റു കണ്ടുപിടിക്കൽ, ആഖ്യാനം നൽകൽ, കൈത്താങ് നൽകൽ. ഏതാണ് അധ്യാപന നൈപുണ്യവുമായിട്ട് യോജിച്ചു പോകാത്തത്? ഏതാണ്? തെറ്റു കണ്ടുപിടിക്കലാണ് അല്ലെ. മാർഗദർശനം നൽകും, ആഖ്യാനം നൽകും, കൈത്താങ് നൽകും, ഇതെല്ലാം ചെയ്യും. പക്ഷെ അതിൽ തെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്? അധ്യാപന നൈപുണ്യവുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ യോജിച്ചു പോവാത്ത ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. 87-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത 88. പഠിതാവിൽ ജ്ഞാനനിർമ്മിതി നടക്കണമെങ്കിൽ എന്ത് തരം പഠന രീതികളാണ് കൊടുക്കേണ്ടത്? സഹവർത്തിത പഠനം, നേരിട്ടുള്ള അധ്യാപനം, അസൈൻമെന്റുകൾ, സിമുലേഷൻ. എന്താണ് വേണ്ടുന്നത്? സഹവർത്തിത പഠനമാണ് നടക്കേണ്ടത് അല്ലെ. പഠിതാവിൽ ജ്ഞാനനിർമ്മിതി നടക്കണമെന്നുണ്ടെങ്കിൽ സഹവർത്തിത പഠനം അല്ലെ കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് അവിടെ നടക്കേണ്ടത്. 88-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത 89. പാഠ്യപദ്ധതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാഠപുസ്തകം, വിദ്യാഭ്യാസ അനുഭവങ്ങളുടെ ആകത്തുക, സാമൂഹിക അനുഭവം, വിദ്യാഭ്യാസ നവനീനതകൾ. ഓക്കെ, എഡ്യൂക്കേഷണൽ ഇന്നോവേഷൻസ്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലെ. വിദ്യാഭ്യാസ അനുഭവങ്ങളുടെ ആകത്തുകയാണ് നമ്മൾ പാഠ്യപദ്ധതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ 89-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചരിത്ര സംഭവവുമായി നേരിട്ട് ബന്ധമുള്ള ഉറവിടം. പ്രാഥമിക ഉറവിടം, ദ്വിതീയ ഉറവിടം, തൃതീയ ഉറവിടം, ഇവയൊന്നുമല്ല. എന്താണ് ചരിത്ര സംഭവമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഉറവിടം എന്ന് പറയുന്നത്? ഏതാണ്? പ്രാഥമിക ഉറവിടമാണ്. ഇത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ 90-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസുമായിട്ട് പ്രൊവിഷണൽ ആൻസർക്ക് വന്നതിന് ശേഷം നമുക്ക് കാണാം. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.